ഒരു കഥയെ ചൊല്ലട്ടുമാന്ന് പറഞ്ഞ് തന്നെ തുടങ്ങേണ്ടി വരും. ഇതൊരു പഴയ കാലത്തെ കഥയാണ്. ലൊട്ടയും കച്ചയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ലൊട്ടയും കച്ചയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. പഴയ തറവാടുകളിലൊക്കെ തയ്യാറാക്കിയിരുന്നതും അതുപോലെ സ്ട്രീറ്റ് ഫുഡായിട്ട് നമുക്ക് കിട്ടിയിരുന്നതായിട്ടുള്ള ഒന്നാണ്. അതിനായിട്ട് മൈദയിൽ കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചേ. ഇനി നമുക്ക് ഈസ്റ്റിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇത് നന്നായി മെൽറ്റായതിന് ശേഷം കുറച്ച് ഈസ്റ്റ് എടുത്താൽ മതിയേ. എന്നിട്ട് ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈസ്റ്റും ഉപ്പും വെള്ളവും പിന്നെ കുറച്ച് മൈദയും ഇത്രയും ചേർത്ത് അതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം. എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവുമെന്നറിയോ? ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ പതിയെ ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. വേണമെങ്കിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു കോല് വെച്ചിട്ട് പതിയെ ഒന്നാക്കുക. പക്ഷേ കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തേണ്ടത്. കാര്യം നല്ല കുഞ്ഞൻ ബോൾസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈസ്റ്റും ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ബോൾസായിട്ട്, അതായത് ഉൾഭാഗം പൊള്ളയായിട്ടുള്ള ബോൾസാണ് ഈ ലൊട്ടയും കച്ചയും തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പലർക്കും അറിയാവുന്നതാണ് മലബാർ ഏരിയകളിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗങ്ങളിലും കണ്ണൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ലൊട്ടയും കച്ചയും ഭയങ്കര ഫേമസ് ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എടുക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ബോളാക്കിയാൽ മതി കേട്ടോ. കാര്യം ഇത് എണ്ണയിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുതാവും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഭയങ്കര ഷേപ്പൊന്നും വേണ്ട. അതെന്തായാലും ഫ്രൈ ആയി വരുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവും. കുട്ടി ബോൾസാണ്. ഇത് കാണുമ്പോൾ വലിപ്പം തോന്നുകയാണ്. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ബോൾസ് തയ്യാറാക്കാനുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പുറമേ നല്ല ക്രിസ്പി ആവണം, ഉൾഭാഗം നല്ല പൊള്ളയായിട്ട് വരണം. ഇങ്ങനെ കടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, പാനിപ്പൂരിയൊക്കെ കഴിക്കുന്ന സമയത്തുള്ളൊരു ക്രിസ്പിനെസ് ഇല്ലേ, അതിൽ നിന്നും കുറച്ചും കൂടെ കട്ടിയുള്ള നല്ല രസകരമായിട്ടുള്ളൊരു ഫ്ലേവറാണ്. ചില ഫുഡൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ തന്നെ നിൽക്കുമെന്ന് പറയില്ലേ, ഈ ലൊട്ടയും കച്ചയും അമ്മാതിരി ഒരു ഐറ്റമാണ്. കാര്യം ഇതിൻ്റെ ഒപ്പം ചേർക്കുന്ന ആ ഒരു വെള്ളം കൂടെ വരുമ്പോൾ, വെള്ളം എന്നാണോ അതിനെ പറയേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല, ലൊട്ടയും കച്ചയും എന്നാണ് പറയുന്നത്. ഇതാണ് ലൊട്ടയുടെ കച്ച. അപ്പോൾ ഈ ലൊട്ട റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ക്രിസ്പി ആയിരിക്കുന്ന ലൊട്ടയുടെ മേലെ കച്ച ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നനയിച്ചെടുക്കുന്നു. എന്നിട്ട് ആ നനവോടുകൂടി നല്ല എരിവുള്ള നല്ല പുളിയുള്ള നനവോടുകൂടി വേണം ഇത് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കുന്നതിനായിട്ട് ഉള്ള ലൊട്ട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കച്ച റെഡിയാവുന്ന, അതായത് ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ആ ഒരു കച്ച റെഡിയാവുന്ന കഥയെ ചൊല്ലട്ടുമാ എന്നുള്ള കഥയുടെ ആ ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പുളിവെള്ളം വേണം. പിന്നെ വേണ്ട നല്ല എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസിയാണ് ഈ ഒരു കച്ച തയ്യാറാക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ എനിക്കൊരു മീഡിയം എരിവ് മതി, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പക്ഷേ മുളക് പൊടിയും കൂടെ ആകുമ്പോൾ നല്ല എരിവുണ്ടാകും. പിന്നെ മല്ലിയിലയാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തോന്നും പുളിയല്ലേ ഇത്രമാത്രം കഴിക്കാവുന്നു, പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ചേരുവ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പിയുടെ കൂടെ ഇതാണ് എല്ലാവരും ഉണ്ടാക്കിയിരുന്നത്. ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്. ഈ പച്ചമുളകിനെ വേണമെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, കാര്യം എരിവ് അതിനകത്ത് മുഴുവനായിട്ട് വരണം. ഞാനത് കുറച്ച് നേരം ഇളക്കുന്നുണ്ട്, അപ്പോൾ അത് കറക്റ്റ് പാകവും. പിന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും പുളിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെയാണ് ചേർത്ത് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പഴയകാല വിഭവമാണ്, പഴയ കാലത്തെ വീടുകളിലൊക്കെ തയ്യാറാക്കിയിരുന്ന ഒരു വിഭവമാണ്. ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത വിഭവങ്ങളാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചില നാട്ടിലെ വിഭവങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ പുളിമിഠായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു പുളിമിഠായിയോ എന്നിങ്ങനെ ആരും പറയാറില്ല. പുളിമിഠായി എന്നുള്ള പേരാണെങ്കിൽ നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. വിചാരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ പഴയ ഓർമ്മയ്ക്ക് വരും അല്ലേ, അങ്ങനത്തെ ഒരു സാധനമല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ഐറ്റമാണിത്.
ഇത് നമുക്ക് കോഴിക്കോടൊക്കെ ജനിച്ച് വളർന്നവരോടും കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അറിയുമായിരിക്കും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡായിട്ടും ഇത് ഒത്തിരി കാലം ഉണ്ടായിരുന്നു, ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ലൊട്ടയും കച്ചയും ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആ കഥ അങ്ങോട്ട് പൂർണ്ണമാണെങ്കിൽ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നാവണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലൊട്ടയുടെ മേലെ ഇങ്ങനെ കച്ച ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നനയ്ക്കണം. അതായത് ഈ ലൊട്ട നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. നന്നായിട്ട് മീൻസ് കടിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ്സും വേണം, എന്നാൽ ഈ ഒരു ഫ്ലേവറും കിട്ടണം. പച്ചമുളകും മല്ലിയിലയും ഈ ചേരുവകളെല്ലാം കൂടെ വേണമെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ചിട്ടും ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടുക തന്നെ വേണം. എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടല്ലോ ഒരു അന്യായ ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതാണ് ഐറ്റം. ഇത് നമ്മൾ ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും ഒരു ഡെയിലി യൂസിനായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കില്ല, പക്ഷേ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോവില്ല. ഇത് സ്ട്രീറ്റ് ഫുഡാണെങ്കിൽ തീർച്ചയായിട്ടും എന്നും പോയി കഴിക്കും.